കടുത്തുരുത്തി, പാല, ചങ്ങനാശ്ശേരി സീറ്റുകൾ കോൺഗ്രസ് പിടിച്ചെടുക്കും. ജോസഫ് ഗ്രൂപ്പിന് ഏറ്റുമാനൂർ, കാഞ്ഞിരപ്പള്ളി സീറ്റുകൾ നൽകിയേക്കും. അടുത്തു വരാൻ പോകുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പ് കോൺഗ്രസിന്റെ ജീവൻ മരണ പോരാട്ടമാണ്. ശക്തരായ സ്ഥാനാർത്ഥികളെ ഇറക്കി 7 സീറ്റെങ്കിലും ജയിക്കുക എന്നതാണ് സംസ്ഥാന കോൺഗ്രസിന്റെ ലക്ഷ്യം. കോട്ടയം ജില്ലയിൽ 9 സീറ്റുകളാണുള്ളത്. അതിൽ 4 സീറ്റുകൾ മാത്രമാണ് UDFിനുള്ളത്. അതിൽ തന്നെ കോൺഗ്രസ് മത്സരിക്കുന്ന പുതുപ്പള്ളി, കോട്ടയം സീറ്റുകൾ മാത്രമാണ് ഉറപ്പുള്ള സീറ്റുകൾ. തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ നടന്ന പാർട്ടി യോഗത്തിൽ ശക്തമായ അഭിപ്രായമാണ് നേതാക്കൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ മാണി സി കാപ്പന്റെ പാലാ സീറ്റിലുള്ള ക്ലെയിമും നേതാക്കൾ തള്ളിക്കളഞ്ഞു. 500 വോട്ട് പോലും വ്യക്തിപരമായി മണ്ഡലത്തിലില്ലാത്ത MLA മാർ കോൺഗ്രസിന്റെ ചിലവിൽ ഇനി MLA മാരാകണ്ട എന്ന് പോലും ചിലർ തുറന്നടിക്കുകയുണ്ടായി. ചങ്ങനാശ്ശേരി സീറ്റിൽ UDFിന് വേണ്ടി സീനിയർ നേതാവ് KC ജോസഫിന്റെ പേരാണ് പ്രാഥമിക പരിഗണനയിലുള്ളത്. ജോബ് മൈക്കിൾ എന്ന സിറ്റിംഗ് MLA തോൽപ്പിക്കാൻ KC ജോസഫ് തന്നെ വരണമെന്നാണ് പാർട്ടി പ്രവർത്തകർ ആവശ്യപ്പെടുന്നത്. കടുത്തുരുത്തി സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കും. മുൻ DCC പ്രസിഡന്റ് ജോഷി ഫിലിപ്പ്, സുനു ജോർജ്, ജെയിംസ് K. ജെയിംസ് എന്നിവരുടെ പേരാണ് പരിഗണിക്കുന്നവരുടെ ലിസ്റ്റിലുള്ളത്. നേരത്തെ യൂത്ത് കോൺഗ്രസ് നേതാവ് അബിൻ വർക്കിയെ മത്സരിപ്പിക്കാൻ ഒരു വിഭാഗം ശ്രമിച്ചെങ്കിലും അബിൻ വർക്കിയെ കോട്ടയം ജില്ലയിൽ വേണ്ട എന്ന നിലപാടിലാണ് ജില്ലയിൽ നിന്നുള്ള മുതിർന്ന നേതാക്കൾ. കടുത്തുരുത്തിക്ക് പകരം ഏറ്റുമാനൂർ സീറ്റാണ് മോൻസ് ജോസഫിന് നൽകുക. എന്നാൽ ഏറ്റുമാനൂർ സീറ്റിൽ ജയസാധ്യതയില്ല എന്ന് മനസ്സിലാക്കിയ മോൻസ് കടുത്തുരുത്തിക്കായുള്ള കടുംപിടുത്തം തുടരുകയാണ്. എന്നാൽ കോൺഗ്രസ് ആ സീറ്റ് നൽകില്ല എന്ന ഉറച്ച തീരുമാനത്തിലാണെന്നാണ് അറിയുവാൻ സാധിച്ചത്. പാലായിൽ കാപ്പന് പകരം ജോസഫ് വാഴക്കിനാവും മത്സരിക്കുക. കാഞ്ഞിരപ്പള്ളിയിൽ മുൻ MP PC തോമസും പൂഞ്ഞാറിൽ DCC പ്രസിഡന്റ് നാട്ടകം സുരേഷും മത്സരിച്ചേക്കും. പാലായിൽ മാണി സി കാപ്പനും കടുത്തുരുത്തിയിൽ മോൻസും ജയിച്ചാൽ 2 പേർക്കും മന്ത്രിസ്ഥാനം നൽകേണ്ടി വരും. എന്നാൽ തങ്ങളുടെ ചെലവിൽ 2 പേരെ ജയിപ്പിച്ച് മന്ത്രിയാക്കിയിട്ട് തങ്ങൾക്ക് എന്താണ് ഗുണമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ അടക്കം പറയുന്നത്. ഇവർ 2 പേരും ഉള്ളതുകൊണ്ട് എന്ത് ഗുണമാണുള്ളതെന്നും അവർ ചോദിക്കുന്നു. ഇവർ 2 പേർക്കും വേണ്ടി വീട് കയറാനും പോസ്റ്റർ ഒട്ടിക്കാനും പോകേണ്ടത് കോൺഗ്രസ് പ്രവർത്തകരാണ്. എന്നാൽ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെയെല്ലാം സ്വന്തം കഴിവാണെന്ന് വരുത്തി തീർക്കാനും കോൺഗ്രസ് പ്രവർത്തകരെ ഇകഴ്ത്തി കാണിക്കാനുമാണ് ഇവർ ശ്രമിക്കാറുള്ളത്. കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ UDFിനുണ്ടായ പരാജയത്തിന് ശേഷം മോൻസ് ജോസഫ് കോൺഗ്രസ് നേതാക്കളെ വെല്ലുവിളിക്കുക വരെയുണ്ടായി. ജോസഫ് ഗ്രൂപ്പ് പശുവിനെ വളർത്തുന്നത് സ്വന്തം പറമ്പിലെ പുല്ല് കണ്ടിട്ടാണെന്നും അല്ലാതെ കോൺഗ്രസിന്റെ പുല്ല് കണ്ടിട്ടല്ല എന്നുമായിരുന്നു മോൻസിന്റെ പരിഹാസവാക്കുകൾ. ജോസഫ് ഗ്രൂപ്പ് തങ്ങളുടെ ശക്തി എന്തെന്നറിഞ്ഞിരിക്കണമെന്ന് KC ജോസഫ് പറഞ്ഞതിനുള്ള മറുപടിയായിട്ടായിരുന്നു മോൻസിന്റെ ഈ പരിഹാസവാക്കുകൾ. എന്തായാലും ഇനിയും തങ്ങളുടെ പറമ്പിലെ പുല്ലുകൊണ്ട് മോൻസ് പശുവിനെ വളർത്തേണ്ട എന്ന നിലപാടിലാണ് ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ. എന്നാൽ കുശാഗ്ര ബുദ്ധിക്കാരനായ മോൻസ് ഈ പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് ജോസഫ് വിഭാഗം.